നല്ല ടേസ്റ്റി ടീ ടൈം സ്നാക്കാണിത്. ഇതുപോലെ ആവിയിലും ചെയ്തെടുക്കാം, ഓയിലിൽ ഫ്രൈ ചെയ്തും എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. നന്നായി പഴുത്ത നേന്ത്രപ്പഴമോ പഴുത്ത ചക്കയോ ഉണ്ടെങ്കിൽ ഇതുപോലെ ടേസ്റ്റി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം. വലുപ്പ ചെറുപ്പം അനുസരിച്ച് 2-3 നേന്ത്രപ്പഴം എടുക്കാം. നന്നായി പഴുത്തതായിരിക്കണം. നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴം, ചെറുതായി നുറുക്കിയെടുത്ത് കുറച്ച് കാഷ്യൂസ്, കുറച്ച് കിസ്മിസ്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 3/4 കപ്പ് ചിരവിയ തേങ്ങ, 1 കപ്പ് റവ കൂടി വേണം. ഇതൊരു സ്വീറ്റ് സ്നാക്കാണ്. അപ്പോൾ അതിനാവശ്യമുള്ള മധുരത്തിന് ഷുഗർ വേണമെങ്കിൽ ചേർക്കാം, ശർക്കര വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. വലിയ അച്ച് ശർക്കരയാണെങ്കിൽ ഒരു 4 അച്ച് മതിയാവും. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതല്ല മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീടും ചേർക്കാൻ പറ്റും. വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പഴം ഒന്ന് 4ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതൊന്ന് വഴറ്റേണ്ടതാണ്. ഫ്രൈ പാൻ വെച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കിസ്മിസും കാഷ്യൂ നട്ട്സും ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയ ശേഷം പഴം ഇട്ടിട്ടൊന്ന് വഴറ്റുക. കിസ്മിസ് കഴുകിയെടുത്തതാണ്. ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ബനാന ഒന്ന് വഴന്നു വന്ന ശേഷം നമുക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പൊടി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഷുഗറും ചേർക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ശർക്കര ചേർത്ത് കൊടുക്കാന്ന്. ഇത് നല്ല ക്ലിയർ ശർക്കരയാണ്. ഇതിൽ കല്ലോ മണലോ ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കപ്പൊടി അധികം വേണ്ട, ഒരു 1/2 ടീസ്പൂൺ കഷ്ടി മതി. ഇതിലോട്ട് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കണം. കിസ്മിസും കാഷ്യൂ, ഒരു 2 നുള്ളുപ്പ്, എടുത്ത് വെച്ച 1 കപ്പ് റവ. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഉടച്ചുടച്ച് മിക്സ് ചെയ്യാം. ഇതിൽ തന്നെ റവയുടെ പകുതി വേവായി കിട്ടും. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് തണുക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉടച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് നല്ല ഉന്നക്കയുടെ ഷേപ്പിലോ അല്ലെങ്കിൽ ബൗളായിട്ടോ എങ്ങനെയും ചെയ്യാം. ഇതുപോലുള്ളൊരു ബൗളിലിട്ട് കൊടുത്തിട്ട് ഒന്ന് തണുത്ത ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതോടെ ഇങ്ങനെ കഴിക്കാനല്ല കേട്ടോ, ഇനി ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ചൂടിൽ പറ്റില്ല. തണുത്ത ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. നിങ്ങൾക്കത് ശരിക്കും ഉരുട്ടിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ മിൽക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചൂട് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ തന്നെ ബോൾസോ അല്ലെങ്കിൽ ഉന്നക്കായുടെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇത് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഓയിലിലോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോഴും വെള്ളം ചേർത്ത് കൊടുത്തതല്ല, ഒരു 2 ടീസ്പൂൺ വെള്ളത്തിൽ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ഒന്ന് കലർത്തിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിത് ഈ ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ആവി വെക്കാനോ ആ സമയത്തെ ആ ബോൾ ചെയ്യുന്ന സമയത്തേ ചെയ്യാവൂ. ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൈ കൊണ്ട് ഇതുപോലെ തന്നെ ശക്തിയിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ തന്നെ നമുക്കെല്ലാം നല്ല പിടിക്കാനോ ബോളാക്കാനോ അല്ലെങ്കിൽ ഉന്നക്കായ ഷേപ്പാക്കാനോ എളുപ്പമായിരിക്കും. അതുപോലെ എല്ലാം ബോൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇതിപ്പം ഞാൻ ആവിക്ക് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതല്ല ഓയിലാണെങ്കിൽ ഇത് ഓയിൽ നന്നായി ചൂടായ ശേഷം ഇതിട്ടിട്ട് തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അടുത്ത ചക്ക കൊണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഒരു 10 മിനിറ്റ് മതിയാവും. കുറച്ച് സമയം കൂടെ ആവി ഒളിച്ചിട്ട് ഓഫ് ചെയ്യും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ഈവനിങ് സ്നാക്ക് റെഡി. മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ ബോൾസ് വേണമെങ്കിൽ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തും എടുക്കാം. പിന്നെ ആവിയിൽ വേവിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ആദ്യം ചെയ്തത് മുഴുവൻ നെയ്യിലാണ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവിയിൽ വേവിച്ചെടുത്താലും നല്ല രുചി കിട്ടും. നിങ്ങൾക്ക് ഈ ടീ ടൈം സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.